ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്ന് ഒരു ഫ്രോക്ക് കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫ്ലവർ നെറ്റാണ്. ഫ്ലവർ നെറ്റ് എടുത്തിട്ടുണ്ട്, ലൈനിങ് എടുത്തിട്ടുണ്ട്, സ്റ്റിഫ് നെറ്റ് എടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ആദ്യം നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം, യോക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടിൻ്റെ ലെങ്ത് 9, ഷോൾഡർ 4.5, അതിവിടെ അടയാളപ്പെടുത്തി. പിന്നെ കൈക്കുഴി 4.5, അതും ഇതിവിടെ അടയാളപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് അളവ് 8 എടുത്തേക്കുന്നത്, അതിവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം ഷേപ്പ് 7, 1 ഇഞ്ച് കുറച്ചിട്ട് ഷേപ്പ് 7, ഷേപ്പിൻ്റെ അവിടുന്ന് മുകളിലേക്ക് 1 ഇഞ്ച് നമുക്ക് വളച്ച് വെട്ടാൻ വേണ്ടിയിട്ട് അവിടെ വരച്ച് കൊടുക്കാം. എന്നിട്ടിത് കൈക്കുഴി ഇതുപോലെ വരച്ച് ഷേപ്പ് ബ്രസ്റ്റിൻ്റെ അവിടുന്ന് ഷേപ്പിലേക്കും വളച്ച് അവിടുന്ന് 1 ഇഞ്ചിൽ നിന്ന് വളച്ച് നമുക്കിതുപോലെ ഷേപ്പാക്കിയെടുക്കാം. അതിനുശേഷം ബോട്ട് നെക്കാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇറക്കം 2.5 വിഡ്ത്തും 2.5 നമ്മളിവിടെ എടുക്കുന്നത്. അതും ഇവിടെ ആണെന്ന് അടയാളപ്പെടുത്തി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് പാർട്ട് തന്നെ 2 എണ്ണമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ലൈനിങ് തന്നെ 2 ഉണ്ട്, ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങും 2 കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ടും ഇതുപോലെ 2 മടക്കിയതിന് ശേഷം പിന്നെ 1 ഇഞ്ച് വ്യത്യാസമുണ്ട്. അത് നമുക്ക് പിന്നെ സിബ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ ഫ്രണ്ട് പാർട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഫ്രണ്ട് പാർട്ട് കറക്റ്റ് ലെവലിൽ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും ലൈനിങ് ഇതുപോലെ 2 വീതമാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ നെറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് സ്കർട്ട് പാർട്ട് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിൻ്റെ നെറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്ലവർ നെറ്റിൽ നിന്ന് നമ്മൾ സ്കർട്ട് പാർട്ട് കട്ട് ചെയ്തതിൻ്റെ ബാലൻസ് മെറ്റീരിയലിലാണ് നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നത് ഇവിടെ കാണിക്കാത്തത്. ഇത് ആദ്യം നമുക്ക് സ്കർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മൾ ഫ്ലവർ നെറ്റിനെ ഇതുപോലെ 4 മടക്കി ഇങ്ങനെ ഇടുക. എന്നിട്ട് ലെങ്താണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടത്. ഇതുപോലെ 4 മടക്കിയിട്ടതിന് ശേഷം നമുക്ക് ലെങ്ത് അടയാളപ്പെടുത്താം. നമ്മളിവിടെ താഴെ നിന്ന് മുകളിലേക്കാണ് ലെങ്ത് അടയാളപ്പെടുത്തുന്നത്. ഫ്ലവർ വന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് മുകളിലേക്ക് എത്രയാണോ വേണ്ടത് അതിവിടെ അടയാളപ്പെടുത്തുക. ഇവിടെ 17 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്, അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്കർട്ട് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. അത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസ് തുണി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 നമ്മൾ എടുത്തേക്കുന്നത്. 17 ഫ്രോക്കിൻ്റെ സ്കർട്ട് പാർട്ടിൻ്റെ ലെങ്ത്. അതിൻ്റെ ലൈനിങ്ങിൻ്റെ ലെങ്ത് ഞാൻ 15 ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ 2 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് യോക്ക് പാർട്ടിൻ്റെ നെറ്റ് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തിരുന്നു, അതിന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കും.
ഫ്രണ്ടും ബാക്കും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിനി കട്ട് ചെയ്യാനുള്ളത് സ്റ്റിഫ് നെറ്റാണ്. അത് നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം. സ്റ്റിഫ് നെറ്റ് കട്ട് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് ഒരു ചെറിയ പീസ് തുണിയാണ്, വൈറ്റ് തുണി. ഇതുപോലെ എടുത്തതിന് ശേഷം രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒന്നുകൂടെ കോണായിട്ട് മടക്കുക. അതിനുശേഷം അതിൻ്റെ നമ്മുടെ ഷേപ്പ് എത്രയാണോ ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ടിൽ ഷേപ്പ് എത്രയാണോ എടുത്തത് അത് ഇവിടെ മുകളിൽ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് താഴേക്ക് അളവെടുക്കാം. ആദ്യം ഷേപ്പ് അടയാളപ്പെടുത്താം. ഇതുപോലെ ഷേപ്പ് നമ്മളിവിടെ അടയാളപ്പെടുത്തി എത്രയാണോ അത് ഇവിടെ അളന്നെഴുതി. അതിനുശേഷം ഇറക്കം 5 ഇഞ്ച് നമുക്കിവിടെ അടയാളപ്പെടുത്താം. ഓരോ സ്ഥലവും മാറ്റി മാറ്റി 5 ഇഞ്ച് ഇതുപോലെ നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിഫ് നെറ്റ് എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നമുക്ക് മടക്കിയിടുക. ആദ്യം രണ്ടായിട്ട് മടക്കുക, അതിനുശേഷം കോണോട് മടക്കിയിടുക. അതിനുശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് മെറ്റീരിയലിനെ ഇതുപോലെ അത് വയ്ക്കുക. ഇതുപോലെ എന്ന് വെച്ചാൽ വൈറ്റ് മെറ്റീരിയലിൻ്റെ താഴ്ഭാഗം വരാൻ പാകത്തിന് ഇതുപോലെ വെച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അതിനുശേഷം അതിൻ്റെ ബാലൻസാണ് നമ്മൾ സ്റ്റിഫ് നെറ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. അന്നേരം മുകളിൽ നിന്നും താഴേക്ക് നമുക്ക് ഫ്രോക്കിൻ്റെ സ്കർട്ട് പാർട്ടിൻ്റെ ലെങ്ത് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതിനുശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് നമുക്ക് എത്രയാണോ കിട്ടുന്നത് അത് നമുക്കിവിടെ അളന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ വൈറ്റ് പീസ് കട്ട് ചെയ്തതുപോലെ തന്നെ ഇത് മുകളിൽ നിന്നും താഴേക്ക് വെച്ച് എത്രയാണ് കിട്ടുന്നത് അതിവിടെ അടയാളപ്പെടുത്തുക. ഓരോ പാർട്ടും അതുപോലെ വെച്ച് അടയാളപ്പെടുത്തിയെടുക്കാം. ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ടിങ് ഇവിടെ കഴിഞ്ഞു. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട് പാർട്ടിലെ എടുത്തതിന് ശേഷം യോക്ക് പാർട്ടിലെ ഫ്രണ്ട് പാർട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒരു ലൈനിങ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് നല്ല പീസ് വെച്ചിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കും ഫ്രണ്ടും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു, ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിനെ മറ്റേ ലൈനിങ്ങുമായിട്ട് ലൈനിങ് വെച്ച് അതിൻ്റെ മുകളിൽ നമ്മളിപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ വയ്ക്കുക. ഭാഗത്താണ് നമ്മുടെ നല്ല മെറ്റീരിയൽ വരേണ്ടത്. ആ രീതിക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ചുറ്റിനും ഒന്ന് കൊത്തിട്ട് കൊടുക്കാം. കഴുത്ത് അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ കൊത്തിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കഴുത്ത് മറിച്ച് നമുക്കൊന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. അതിന് ശേഷം നമുക്കിനി ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കഴുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് നമ്മൾ സിബ് വയ്ക്കുന്ന ഭാഗവും ഇതുപോലെ നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് വരാം. ബാക്ക് പീസിൻ്റെ 2 പീസും നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 ഭാഗവും ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെയ്യാനുള്ളത് പാർട്ടിൻ്റെ കൈക്കുഴി സ്റ്റിച്ച് ചെയ്ത് ഞാൻ പറഞ്ഞില്ല. ഫ്രണ്ട് പാർട്ടും കൈക്കുഴി സ്റ്റിച്ച് ചെയ്യണം, ഇതുപോലെ ബാക്ക് പാർട്ടും സ്റ്റിച്ച് ചെയ്യണം. ഫ്രണ്ട് പാർട്ട് കൈക്കുഴിയും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമുക്ക് അടിച്ച് മറിക്കേണ്ടതായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. ഇതുപോലെ ബാക്ക് പാർട്ടും കൈക്കുഴി സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ട് പാർട്ട് നമ്മൾ അടിച്ച് മറിച്ചേക്കുന്ന മെറ്റീരിയൽ ഇതുപോലെ എടുത്തതിന് ശേഷം ഈ ബാക്ക് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ കയറ്റി ഷോൾഡറിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രണ്ടും ബാക്കും 2 പീസ് ലൈനിങ് വീതം വേണമെന്ന് പറഞ്ഞത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പോകും, പുറത്തേക്ക് ഒറ്റ സ്റ്റിച്ചിങ്ങും വരത്തില്ല. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതുപോലെ 2 ഷോൾഡറും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. എല്ലാ ഭാഗവും ഉള്ളിലേക്ക് തന്നെ പോകും. സ്റ്റിച്ചിങ് എല്ലാം ഫുള്ള് ഉള്ളിലേക്കാകും, പുറത്തേക്ക് ഒട്ടും സ്റ്റിച്ചിങ് കാണൂല. ഇനി നമുക്ക് സിബ് പിടിപ്പിക്കാം. സിബ് പിടിപ്പിക്കാനായിട്ട് നമുക്ക് ഈ പ്രഷർ പൂട്ട് മാറ്റണം. സിബ് പിടിപ്പിക്കുന്ന പ്രഷർ പൂട്ട് നമുക്ക് ഇവിടെ വെച്ചതിന് ശേഷം വേണം നമുക്ക് സിബ് പിടിപ്പിക്കാൻ. അതിനുശേഷം നമുക്ക് നല്ല പീസിനെ ഇതുപോലെ വെച്ചതിന് ശേഷം നല്ല ഭാഗം വേണം വയ്ക്കാൻ. അതിൻ്റെ മുകളിലേക്ക് സിബ് ഇതുപോലെ മറച്ച് വയ്ക്കുക. എന്നിട്ട് അരികത്തൂടെ ഇതുപോലെ അടിക്കുക. അതിനുശേഷം നമുക്ക് തിരിച്ച് വെച്ചതിന് ശേഷം ആ സിബ് തുറന്ന് വലിച്ചതിന് ശേഷം ചേർത്ത് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. സിബിൻ്റെ മറുഭാഗവും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അരികത്തൂടെ ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. അതിനുശേഷം വീണ്ടും സിബ് തുറന്ന് വെച്ച് ഇതുപോലെ ചേർത്ത് ഒറ്റ സ്റ്റിച്ചിങ് അരികത്തൂടെയും കൊടുക്കുക. ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഒരു സിബ് ഒട്ടും പുറത്തേക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ വരും. അപ്പം ഇതുപോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അതിനുശേഷം നമുക്ക് ആ കൈക്കുഴിയുടെ ഭാഗത്ത് ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. 2 കൈക്കുഴിയുടെ ഭാഗത്തും ഇതുപോലെ ഒരു പ്രസറ കലത്തിൽ ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് നെക്കിലും ഇതുപോലെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം. നമുക്ക് അത് കൊടുത്തതിന് ശേഷം ഇനി ഇത് കെട്ടിനുള്ള പീസാണ്. അത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് വലിച്ച് മുറുക്കി കെട്ടാനുള്ള ബാൻഡാണ്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാം. അതിനുശേഷം ആ ബാൻഡ് സെൻറ്ററിൽ നമുക്ക് കൊടുക്കണം. 2 പീസിൻ്റെ ഉള്ളിലായിട്ട് ഇതുപോലെ കൊടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ 2 സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഈ സ്കർട്ട് പാർട്ട് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്.
കൊടുക്കാം. ഇതിന് പ്ലീറ്റ് ഇട്ടെടുക്കണ്ട, ഇത് കറക്റ്റ് അളവിലാണ് നമ്മൾ വെട്ടി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഫുൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ലോക്ക് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ ഫ്രോക്കിൻ്റെ കട്ടിങ്ങിന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. ഇതിൻ്റെ കൂടെ ഞാനൊരു ബോയ് കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കുക. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.